നമസ്കാരം. ലോകത്തെവിടെയുമുള്ള എല്ലാ തൃക്കൂകാർക്കും നമസ്കാരം. തൃക്കൂർ മഹാദേവ ക്ഷേത്രോത്സവം 2025 2/2/2025 കൊടിയേറി 9/2/2025 ആറാട്ടോടുകൂടി സമാപിച്ചു. കൊടിയേറ്റത്തിൻ്റെയും ആറാട്ടിൻ്റെയും കൂടുന്ന ഒരു വീഡിയോ ആണിത്. കൊടിയേറ്റത്തിൻ്റെ തലേ ദിവസം നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ ശുദ്ധിയും ബാക്കി ചടങ്ങുകളും എല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം വൈകിട്ടാണല്ലോ തൃക്കൂർ കൊടിയേറ്റം. അതെ, കൊടിയേറ്റം നമ്മൾ കണ്ടുവല്ലോ. അതിനു മുമ്പുള്ള കുറച്ച് കാഴ്ചകൾ. എല്ലാവരും ചേരുന്നതാണല്ലോ ഉത്സവം. എല്ലാവരും കൂടി ഉൾപ്പെടുത്താനായിട്ട് പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. ഉൾപ്പെടാതെ പോയവർ ക്ഷമിക്കുക. സൂചിപ്പിച്ചാൽ അടുത്ത പ്രാവശ്യം എല്ലാവരെയും ഉൾപ്പെടുത്താമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഉത്സവ ചടങ്ങുകൾക്ക് ആരംഭം കുറിച്ച് കൊടിയേറ്റത്തിനായിട്ട് പുറത്തേക്ക് കൊടി പൂജിച്ച് എഴുന്നള്ളിക്കുകയാണ്. കുത്തുവിളക്കുമായിട്ട് വീണാട് പണ്ട് രാമേട്ടൻ പിടിച്ചിരുന്ന അതേ കുത്തുവിളക്ക്. അതെ, തലമുറ മാറ്റാണ്. ഒരിക്കലും മാറാത്ത കാഴ്ചകളുടെ ഉത്സവമാണ്. താലമേന്തിയിടുന്നു ഗൗരീശ്വര. ഭക്തിയാൽ കയർ നിന്റെ നടയിൽ വെച്ചിടുമ്പോൾ മുക്തി നൽകിയിടുന്ന തമ്പുരാനേ, തിരുവുള്ളമിന്നുമിൻ തുണയായിരിക്കണേ. തൃക്കൂരിലപ്പ ഞാൻ കൈത്തൊഴുന്നേൻ, തൃക്കൂരിലപ്പ ഞാൻ കൈത്തൊഴുന്നേൻ. നീലകണ്ഠ നിൻ പാർവതീശ
പാർവതീശ. ചടങ്ങുകളിൽ ഇത് കഴിഞ്ഞാൽ കൊടിപ്പുറത്ത് വിളക്കാണ്. അതുകൂടി കഴിഞ്ഞിട്ട് നമുക്ക് ആറാട്ട് ചടങ്ങുകളിലേക്ക് പോകാം. മിനി വിളക്കും മറ്റും ഞാൻ വീഡിയോയിലാക്കിയിട്ടുണ്ട്. ഹര ഹര ശംഭോ ശിവ ശിവ ശംഭോ ഹര ഹര ശിവ ശിവ ജയ ശംഭോ. ഹര ഹര ശംഭോ ശിവ ശിവ ശംഭോ ഹര ഹര ശിവ ശിവ ജയ ശംഭോ. ഹര ഹര ശംഭോ ശിവ ശിവ ശംഭോ ഹര ഹര ശിവ ശിവ ജയ ശംഭോ. ഹര ഹര ശംഭോ ശിവ ശിവ ശംഭോ ഹര ഹര ശിവ ശിവ ജയ ശംഭോ. തൃക്കൂരമരും ശിവശംഭോ തൃച്ചേവടിയിൽ ചേർത്തിടണേ. തൃക്കൂരമരും ശിവശംഭോ തൃച്ചേവടിയിൽ ചേർത്തിടണേ. ഇരുജട തന്നിൽ ചന്ദ്രക്കലതൻ പൊന്നൊളി ചാർത്തും ഭഗവാനേ. തിരുജട തന്നിൽ ചന്ദ്രക്കലതൻ പൊന്നൊളി ചാർത്തും ഭഗവാനേ. ഹര ഹര ശംഭോ ശിവ ശിവ ശംഭോ ഹര ഹര ശിവ ശിവ ജയ ശംഭോ. ഹര ഹര ശംഭോ ശിവ ശിവ ശംഭോ ഹര ഹര ശിവ ശിവ ജയ ശംഭോ. ഹര ഹര ശംഭോ ശിവ ശിവ ശംഭോ ഹര ഹര ശിവ ശിവ ജയ ശംഭോ. ഹര ഹര ശംഭോ ശിവ ശിവ ശംഭോ ഹര ഹര ശിവ ശിവ ജയ ശംഭോ. തൃക്കൂരമരും ശിവശംഭോ.
शिव शिव शम्भो हर हर शिव शिव जय शम्भो ഇനി ആറാട്ട് ദിവസത്തെ ചടങ്ങുകളാണ് കാണിക്കുന്നത്. വലിയ പാണിക്ക് ശേഷമാണ് ആറാട്ടിന് എഴുന്നള്ളിപ്പ് ആരംഭിക്കുന്നത്. അതിനു മുമ്പ് അനുമതി വാങ്ങിക്കുന്ന ചടങ്ങ് കൂടിയുണ്ട്. എല്ലാം ചെറുതായി ഒന്ന് കണ്ട് ആറാട്ട് കണ്ട് കൊടിയിറക്കം കൂടി കാണാമെന്ന് തന്നെയാണ് ഞാനിതിൽ പ്രതീക്ഷിക്കുന്നത്. സത്യമായുള്ളിൽ സാന്ത്വനമേകുക സാംബ സദാശിവ ഭഗവാനേ, സാംബ സദാശിവ ഭഗവാനേ. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് മരപ്പാണിയാണ്. ആറാട്ടിന് എഴുന്നള്ളുമ്പോഴാണ് പൂർണ്ണമായിട്ടുള്ള പാണികൊട്ടൽ ഇവിടെ നടക്കുന്നത്. അത് ആ സമയം ഏതാണ്ട് 20 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന പാണിയാണ്. കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് കാണിക്കുന്നത്. തൃക്കൂരുമായി ബന്ധപ്പെട്ട് പരദേശി ബ്രാഹ്മണർ ഏതാണ്ട് 500 കൊല്ലം അല്ലെങ്കിൽ 400 കൊല്ലം കൂട്ടമടമാണ് ആരംഭമെന്നൊക്കെ പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് പറയാനല്ല, ഒരു ചടങ്ങ് നമ്മൾ കാണുന്ന കാലം തൊട്ടുള്ളൊരു ചടങ്ങാണ് ഈ ആറാട്ടിന് എഴുന്നള്ളി നിൽക്കുമ്പോൾ നാളേരം ഗണപതിയുടെ മുമ്പിൽ ഉടയ്ക്കുക എന്നുള്ളത്. ആ ഒരു ചടങ്ങിന് ഈ വർഷം നമ്മൾ TR ഉണ്ട്, സുന്ദർസ്വാമി വന്നിട്ടുണ്ട്, കിഷോറുണ്ട്, സ്മിത വന്നിട്ടുണ്ട്. പാണി കഴിഞ്ഞ് ഒറ്റ പ്രദക്ഷിണം പണ്ട് കേട്ടിട്ടുള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ 6 മണിയാകുമ്പോൾ ആറാട്ടിന് എഴുന്നള്ളുമെന്നാണ്. ആറാട്ടിന് എഴുന്നള്ളുമ്പോൾ സൂര്യശോഭ ഭഗവാന്റെ നെറ്റിയിൽ വീഴുമെന്ന് കേട്ട ഒരു കഥ ഉണ്ട്. ഷിപ്പ് എന്തായാലും ഒരു 7-7:30 ആയിട്ടാണ് ഇറങ്ങുക. അത് 8 മണിയും ആവാറുണ്ട്. ഹര ഹര ശംഭോ ശിവ ശിവ ശംഭോ ഹര ഹര ശിവ ശിവ ജയ ശംഭോ. ഹര ഹര ശംഭോ ശിവ ശിവ ശംഭോ ഹര ഹര ശിവ ശിവ ജയ ശംഭോ. തൃക്കൂരമരും ശിവ ശംഭോ തൃച്ചേവടിയിൽ ചേർത്തിടണേ. തിരുജട തന്നിൽ ചന്ദ്രക്കലരൻ പൊന്നൊളി ചാത്തും ഭഗവാനേ. ഹര ഹര ശംഭോ ശിവ ശിവ ശംഭോ ഹര ഹര ശിവ ശിവ ജയ ശംഭോ. പറന്നിറക്കുന്ന ചടങ്ങുകളൊക്കെ ഉണ്ട്. അതൊക്കെ തൽക്കാലം ഞാൻ വേറൊരു വീടായിട്ടില്ല.
ആറാട്ടിന് ഇറങ്ങി വരുമ്പോൾ ആറാട്ട് വഴിയിൽ പറ വയ്ക്കാനുള്ള കുറച്ച് വീടുകളേ ഉള്ളൂ. അതിൽ ഉള്ള പ്രധാനപ്പെട്ട ഒരു വീടാണ് ബാബുലു മാമിയുടെ വീട്. അവിടുത്തെ ഒരു വിളക്കാണ്, കിണ്ടി വിളക്കെന്ന് പറയും. ഒരുപാട് ചരിത്രം പറയാനുണ്ട്. പോർച്ചുഗീസ് ചരിത്രത്തിൽ ഒലിവ് ഓയിൽ ലാമ്പ് എന്ന് പറയുന്ന ഒരു വിളക്കാണിത്. ഇത് വേറൊരിക്കൽ ഞാൻ പറയാം. പൂന്താനവും ഗുരുവായൂർ കൃഷ്ണനും എന്ന് പറഞ്ഞ പോലെ തൃക്കൂരത്തെ പരദേശി ബ്രാഹ്മണരായിട്ടുള്ള പട്ടന്മാരുടെ സമൂഹവും തൃക്കൂരപ്പനും തമ്മിൽ വലിയൊരു കഥയുണ്ട്. ആ കഥയുമായി ബന്ധപ്പെട്ടിട്ട് എല്ലാവരും ഏതാണ്ടൊക്കെ ഇവിടെ മനസ്സുകൊണ്ടെങ്കിലും പറവയ്ക്കാനെത്തും എന്നുള്ളതാണ്. കഥ പിന്നീട് ഒരിക്കൽ പറയാം, കാരണം ഞാനല്ലല്ലോ അത് പറയേണ്ടത്. ഇപ്പോഴ് അതുമായി ബന്ധപ്പെട്ട് പുറങ്കാവ് മഠത്തിൻ്റെ ഇവിടെയുള്ള ഒരു എല്ലാവരും കൂടി ചേർന്നുള്ളൊരു പറയാണ്. ഈ പുറങ്കാവ് മഠം, കുന്നപ്പള്ളി മഠം എന്നൊക്കെ പറയുമ്പോഴും തൃക്കൂർ മഠം മാത്രമാണ് കേട്ടോ, വേറെ ഒന്നും തന്നെ ഇല്ല. നമ്മളിങ്ങനെ സെപ്പറേറ്റഡായിട്ട് അക്കരെ മഠം, അക്കരെ ആയതുകൊണ്ട് അക്കരെ മഠം അങ്ങനെയൊക്കെ പറയുന്നുള്ളൂ.
ആ തിരികെ അമ്പലത്തിലേക്ക് ഇനി കൊടിയിറക്കം മാത്രം. 9 പ്രദക്ഷിണവും കൊടിയിറക്കവും. പറന്നിറക്കാനുള്ള നീണ്ട തിരക്കുണ്ട്. പണ്ട് നമ്മളൊക്കെ അമ്പലത്തിൽ വരുന്ന കാലത്ത് വളരെ കുറഞ്ഞ ആളുകൾ മാത്രമാണ് ഈ കൊടിയിറക്കത്തിന് നേരത്തുണ്ടാവാറുള്ളത്. ഇപ്പോഴത്തെ തിരക്ക് അത്ഭുതാവഹമാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു എല്ലാവർക്കും.
2025 ഉത്സവം അവസാനിച്ചിരിക്കുന്നു. ഉൾപ്പെട്ടതും ഉൾപ്പെടാത്തതുമായ നിരവധി കാഴ്ചകളുണ്ടാവും. ഇനിയും കാഴ്ചകൾ തീരുന്നില്ല. നന്ദി, നമസ്കാരം.